ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞാൽ എൻഡ് ബുഷ് പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ക്ലച്ച് കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. ചെയിൻ ചെക്ക് ചെയ്യുക, അതായത് ചെയിൻ കവർ ലൂസായിട്ടുണ്ട്. പിന്നെ റിയർ മൺകാർഡിൻ്റെ ഫ്ലാപ്പ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. പിന്നെ ഫ്രണ്ട് മൺകാർഡൊക്കെ ഷെയ്ക്ക് ഉണ്ട്, ഇളക്കം. വണ്ടി ഓടുമ്പോൾ ചെറിയൊരു കട്ട് ചാടിയാൽ പോലും ഇളക്കം തന്നെ ഉണ്ട്. ബ്രേക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചേക്കാം. കമ്പനി ലൈനറാണ്, പക്ഷേ അത് പരമാവധി ഉപയോഗിച്ച് തീർന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ലൈനർ മാറ്റി പുതിയത് ഇടേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നതാണ്. അതിപ്പോൾ നോക്കുക, കാരണം എന്താ വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ച കാണിക്കുന്നത് ടയറിൻ്റെയാണ്. ഫ്രണ്ടും ബാക്കും ടയർ തീർന്നാണ് നിൽക്കണം. പിന്നെ ഹബിനകത്ത് വേറെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്, ടൈറ്റ് ചെയ്തിട്ട് അല്പം ഗ്രീസ് ഇട്ട് സെറ്റ് ചെയ്യാം. വേറെ പ്രോബ്ലം ഇല്ല. ചെയിൻ കവറിൻ്റെ ഇത് ഇവിടെയൊക്കെ ഒരു പൊട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തിട്ട് വേണം. വെൽഡ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വാഷും കൂടി ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കേസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2024 മോഡൽ ബാറ്ററിയാണ്. പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ളതാണ്. എന്നാൽ പോലും നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. 12.95 ഉണ്ട്. ലോഡ് ചെയ്യുമ്പോഴായാലും ഒരു 9:20 വന്നുള്ളൂ. പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥ ഇതാണ്. ടയറും ഫ്രണ്ടിൻ്റെയും തീർന്നേക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ ടയർ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ പൊസിഷൻ മാറി കിടക്കണം, ഇപ്പുറത്തേക്കടെ ചാടിയൊക്കെ കിടക്കണം. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം. ക്ലച്ചിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, ക്ലച്ച് കേബിൾ ഒന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ വീൽ ബെയറിങ്, ഫ്രണ്ട് ബാക്ക് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റാണത്. ഏറെക്കുറെ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നോടെ കൈയോടെ അത് മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉണ്ട് നിലവിൽ ഇതുമേ. ഒന്നോടെ കൈയോടെ മാറ്റി കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം. ഫ്രണ്ടിൽ നിന്ന് എങ്ങാനും ഒരു ഒരച്ച സൗണ്ട് പോലെ വന്നു കഴിഞ്ഞാൽ കൈയോടെ തന്നെ നമുക്കത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി പോകണമെങ്കിൽ ഏറ്റവും സേഫ്. ഇനി അതല്ല, ഇപ്പോൾ മാറ്റുന്നില്ലെങ്കിൽ തന്നെ കുറച്ച് ഓടി കഴിയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വരും. അതായത് നമ്മുടെ ഉപയോഗം അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1-2 മാസമൊക്കെ ഉപയോഗിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വന്നെങ്കിൽ മാറ്റിയാലും മതി. പിന്നെ മാറ്റി പുതിയത് ഇടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് വണ്ടി ഉപയോഗിക്കാം. കാരണം പിന്നെ കിടന്ന് ഓടിക്കോളൂല്ലോ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കിടക്കണേ. ഓയിൽ ചേഞ്ചിൻ്റെ ഓയിൽ എഴുതിയിട്ട് വെട്ടിയേക്കാണ്. അപ്പോൾ മാറ്റം ഉണ്ടാ എന്നുള്ള രീതിയിലുള്ള പറഞ്ഞാണ്. ഓയിൽ നോക്കുമ്പോഴും ഓയിലിന് കുഴപ്പമൊന്നുമില്ല, നിലവിൽ നല്ല ഓയിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് ഏകദേശം ഒരു 6-7 മണിക്ക് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. ഞാൻ നോക്കിയിട്ട് വിളിച്ചോളാം എന്തായാലും കേട്ടോ. വിളിച്ചിട്ട് വന്നാൽ മതി. ഏകദേശം ഒരു 6:30 ആവും എന്തായാലും തീർന്ന് ഇറങ്ങുമ്പോൾ. കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റും ഈ വീഡിയോസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. കണ്ട കഴിയുമ്പോൾ നോക്കിയിട്ട് തന്നെ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി. ഓക്കെ.